നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവൾ എന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഇറക്കി വിടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ നിനക്ക് എങ്ങനെയാടാ പറ്റുന്നത്? നിന്റെ അനിയത്തിയല്ലേ അവള്? അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ഇവളെ പെരുവഴിയിലേക്ക് ഇറക്കി വിടുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. പിന്നെ ഇവളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതിനെ കുറിച്ച്. അമ്മ തന്നെയല്ലേ ഇവളെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറയാറ്. അന്നൊക്കെ ഞാൻ ഇവള് 4 അക്ഷരം പഠിക്കട്ടെ എന്ന് കരുതിയ അമ്മയോട് വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇവള് പഠിക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെ പോയി. കല്യാണം കഴിപ്പിക്കുന്ന തന്നെയാ നല്ലത്. അതാവുമ്പോ ഇവക്ക് ജീവിതത്തിൽ ഒരു അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടാവും. അങ്ങനെയെല്ലാം ചേട്ടൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചാ മതിയോ? പിന്നെ ആര് തീരുമാനിക്കണം? സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തില് അത് വേണ്ടാന്ന് വെച്ച് കുടുംബം നോക്കാനായിട്ട് ഇറങ്ങി തിരിച്ചവനവൻ. ഇത്രയും കാലം നിന്നെ ഒരു കുറവും ഇല്ലാതെ വളർത്തിയില്ലേ? എന്നിട്ടും അവന് നിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ അധികാരമില്ലേ? അല്ല, കുറച്ചു കാലം മുമ്പ് വരെ നിനക്ക് പഠിക്കാൻ പോകണ്ട, എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് വിട്ടാ മതി എന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ ഗിരി അതിനെ സമ്മതിച്ചപ്പോ നിനക്കെന്താ ഇത്ര ബുദ്ധിമുട്ട്? വല്ല പ്രേമോ മറ്റോ ഉണ്ടോ? അവനാണോ നിനക്ക് ഫോൺ വാങ്ങി തന്നത്? പറയടി, പറയാൻ. അമ്മേ, അവളിങ്ങനെ പേടിപ്പിക്കണ്ട അമ്മേ. ഇത് ജീവിതത്തിലെ വലിയൊരു തീരുമാനമല്ലേ. അവള് കാര്യമായിട്ട് ആലോചിക്കട്ടെ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കരുത്, അത്രയല്ലേ ഉള്ളൂ. ഇനി മുതല് ഞാൻ